ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, 3 പേരെ എത്തിയിട്ടുള്ളൂ. 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. എല്ലാവരും എത്തിയിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ വേവ് ഫംഗ്ഷന് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ സൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എക്സ്പ്രഷൻ കിട്ടും. സൈറ്റ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 8 റൂട്ട് ബൈ ഹോൾ പവർ 1/2 ഇ റേസ് ടു -12 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 4 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ -2. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ2. അപ്പോൾ നമുക്ക് സൈ0 കിട്ടിയിട്ടുണ്ട്, സൈ1 കിട്ടിയിട്ടുണ്ട്, സൈ2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയ വേവ് ഫംഗ്ഷൻസ് ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓർഡർ നോക്കിയിട്ട്, അതിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈ n എഴുതാം. സൈ0 നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. ഈ സൈറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അത് ഇന്നലെ എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയിട്ടില്ല, എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈ0 ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ സൈ0 ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ബൈ ഹോൾ പവർ 1/2 ഇ റേസ് ടു -12 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ. ഞാൻ ഇൻറ്റു 1 എന്ന് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഇൻറ്റു 1 എഴുതിയതിലൊരു കാരണമുണ്ട്, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ്. അടുത്തത് സൈ1 ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരുന്നു ആൽഫ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ബൈ ഹോൾ പവർ 1/2 ഇ റേസ് ടു -12 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ
ഇൻറ്റു 2 ആൽഫ എക്സ്. ഇനി നിങ്ങൾ ഇന്നലെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? sin2 ഓഫ് എക്സ് കിട്ടിയിട്ടുണ്ടാകും. sin2 ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 8 റൂട്ട് ബൈ whole power 1/2 e raised to minus half alpha square x square into 4 alpha square x square minus 2. ഓക്കെ, ഇതെന്തായാലും നമുക്ക് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർമൈറ്റ് പോളിനോമിയലാണ്, h0 ഓഫ് എക്സ് ആണ്. 2 ആൽഫ എക്സ് h0 ഓഫ് ആൽഫ എക്സ് ആണ്. ഓക്കെ, 2 ആൽഫ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഹെർമൈറ്റ് പോളിനോമിയലാണ്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ h1 ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, h1 ഓഫ് ആൽഫ എക്സ്. അതുപോലെ 4 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ്? ആ ഒരു ടേം ഹെർമൈറ്റ് പോളിനോമിയലാണ്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ h2 ഓഫ് ആൽഫ എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള sin0യിലും sin1ലും sin2ലും എന്തുണ്ട്? ഹെർമൈറ്റ് പോളിനോമിയൽ ഉണ്ട്. sin0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഹെർമൈറ്റ് പോളിനോമിയൽ h0 ഓഫ് ആൽഫ എക്സ് ആണ്. sin1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പോളിനോമിയൽ h1 ഓഫ് ആൽഫ എക്സ് ആണ്. sin2 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഹെർമൈറ്റ് പോളിനോമിയൽ h2 ഓഫ് ആൽഫ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് ഹെർമൈറ്റ് പോളിനോമിയൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? hn ഓഫ് എക്സ് ഈക്വൽ ടു -1 ഹോൾ പവർ n e റേസ് ടു എക്സ് സ്ക്വയർ dn ഡിവൈഡഡ് ബൈ dx റേസ് ടു n e റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഒരു ജനറൽ ഡെഫിനിഷനാണ്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ എച്ച് എൻ ഓഫ് എക്സിൻ്റെ ഈ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? h4 ഓഫ് എക്സ് കാണാം. അങ്ങനെ ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് h0 ഓഫ് എക്സ് ഇങ്ങനെയാണ് കിട്ടുക. h0 ഓഫ് എക്സ് ഈക്വൽ ടു 1. h1 of x equal to 2x. h2 of x equal to 4x square minus 2. h3 of x equal to 8x cube minus 12x. 8x cube minus 12x. ഇതാണ് ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ h3 ഓഫ് എക്സ് വരെയുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ രൂപത്തിൽ ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഫോമിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ എന്ത് ചെയ്യാണ്? റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വേവ് ഫംഗ്ഷൻ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും sin0 ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ബൈ ഹോൾ പവർ 1/2. അതിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്: ആൽഫ ഡിവൈഡഡ് ബൈ 2 റേസ് ടു 0. എനിത്തിങ് റേസ് ടു 0 1 ആണ്. അതുകൊണ്ട് എനിക്ക് 1 എന്ന് എഴുതാം, കുഴപ്പമില്ല. 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണ്. ഇൻറ്റു റൂട്ട് ബൈ. അപ്പോൾ നമ്മുടെ ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ബൈ അതുപോലെ തന്നെയാണ്. 2 റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണ്. 1 × 1 1, റൂട്ട് ബൈ ഇൻറ്റു 1 റൂട്ട് ബൈ തന്നെ. അപ്പോൾ ആൽഫ ബൈ റൂട്ട് ബൈ ഹോൾ പവർ 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 1. ഇൻറ്റു 1 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? h0 ഓഫ് ആൽഫ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് sin1 എങ്ങനെ എഴുതാം? sin1 ഓഫ് എക്സ് ഈക്വൽ ടു
alpha divided by 2 power 1 1 factorial root pi whole power 1 by 2 എന്ന് എഴുതാം. psi 1 of xന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആൽഫ ഡിവൈഡഡ് ബൈ 2 റൂട്ട് പൈ. നമ്മൾ 2 raised to 1 ഇൻറ്റു 1 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 തന്നെയാണ്, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 2 ആൽഫ എക്സിന് എനിക്ക് എന്ത് എഴുതാം, h1 ഓഫ് ആൽഫ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതുപോലെ എനിക്ക് psi 2 ഓഫ് എക്സിന് എഴുതാൻ പറ്റും, ഒരു കോമൺ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ആൽഫ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 2 ഫാക്ടോറിയൽ റൂട്ട് പൈ ഹോൾ പവർ 1 by 2. ഓക്കെ, 2 സ്ക്വയർ 4, 2 ഫാക്ടോറിയൽ 2, 4 into 2 8, 4 into 2 8. അപ്പോൾ നമുക്ക് ആൽഫ ഡിവൈഡഡ് ബൈ 8 പൈ എന്ന് എഴുതാൻ പറ്റും, ഇൻറ്റു ഇ പവർ മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 4 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, h2 ഓഫ് ആൽഫ എക്സ് എന്ന് എന്ത് എഴുതാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ psi 2 ഓഫ് എക്സ് psi 4 ഓഫ് എക്സ് അങ്ങനെ എഴുതി നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, psi n ഓഫ് എക്സ് എഴുതാൻ പറ്റും. psi n ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ, നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക, 2 raised to n ഫാക്ടോറിയൽ റൂട്ട് പൈ ഹോൾ പവർ 1 by 2 ഇ റേസ് ടു മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ എച്ച് എൻ ഓഫ് ആൽഫ എക്സ്. ഓക്കെ, ഇതാണ് ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ nth സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ. nth സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, psi n ഓഫ് എക്സിൻ്റെ അതായത് nth സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടെത്തി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് എഴുതിയെടുത്തോളൂ. എഴുതി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
എഴുതിയെടുത്തോ? ഏത് ടെക്സ്റ്റാ റെഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീരാഗ്. അരുൾദാസ് ഇതേപോലെ ഓപ്പറേറ്റർ മെക്കാനിസത്തിലൂടെ ഈ ഓപ്പറേറ്റർ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രോബ്ലം LHS സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 മെത്തേഡും ഉണ്ട്. ഷാക്കുറായി നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതേ നമ്മുടെ ക്രിയേഷൻ ഓപ്പറേറ്ററും അനൈലേഷൻ ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിലും വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ഡെറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ അരുൾദാസ് ഷാക്കുറായും തങ്കപ്പൻ സാറേയും ബുക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ബാക്കിയുള്ളത് നിങ്ങളുടെ റെഫറൻസ് ബുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് റെഫർ ചെയ്യാം. ഓക്കെ, എല്ലാ ബുക്കിലും മെത്തേഡ് ഇതുപോലെ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് മാത്രം എഴുതിയിട്ടുള്ളൂ, മീൻസ് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക, എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ കഴിയുള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ LHOൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. വേവ് ഫംഗ്ഷൻ ഇങ്ങനെ ആയിരുന്നു: sin of x ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 2 power n ഫാക്ടോറിയൽ റൂട്ട് ബൈ ഹോൾ പവർ 1/2 e raised to minus half alpha square x square hn of alpha x, hn of alpha x. ഇതിൽ ഫസ്റ്റ് ടേം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ആൽഫ ഡിവൈഡഡ് ബൈ 2 raised to n ഫാക്ടോറിയൽ റൂട്ട് ബൈ എന്നിന് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെ നമുക്ക് ആ ഏത് സ്റ്റേറ്റ് ആണോ കാണുന്നത് ആ സ്റ്റേറ്റിനുള്ള നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി സൈൻ ഓഫ് എക്സ് ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മറ്റൊരു സാധനയിലുള്ളത് e raised to minus half alpha square x square ആണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്താണ്, ഈവൻ ഫംഗ്ഷനാണ്. ഓക്കെ, അതിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരുന്ന ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്, ഈവൻ ഫംഗ്ഷനാണ്. e raised to minus ax square എന്തായിരിക്കും, എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് hn ഓഫ് ആൽഫ എക്സ് ഈവൻ ആണോ ഓഡ് ആണോ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി h0 ഓഫ് ആൽഫ എക്സ് 1,
h1 of alpha x 2 alpha x, h2 of alpha x 4 alpha x whole square minus 2, h3 of alpha x 8 alpha x whole cube minus 12 alpha x. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എച്ച് എൻ ഓഫ് എക്സിൻ്റെ ജനറൽ ഡെഫിനേഷൻ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, h0 ഓഫ് ആൽഫ എക്സും h1 ഓഫ് ആൽഫ എക്സും h2 ഓഫ് ആൽഫ എക്സും h3 ഓഫ് ആൽഫ എക്സും കണ്ടെത്തി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, 1 എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. പക്ഷെ 2 ആൽഫ എക്സ് എന്നുള്ളത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. h1 ഓഫ് ആൽഫ എക്സ് ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ h1 ഓഫ് മൈനസ് ആൽഫ എക്സ് ഈക്വൽ ടു h1 ഓഫ് ആൽഫ എക്സ് അല്ല, മൈനസ് h1 ഓഫ് ആൽഫ എക്സ് ആണ്. അപ്പോൾ എക്സിന് മൈനസ് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, -2 ആൽഫ എക്സ് ആയിരിക്കും വരിക. പക്ഷേ h2 ഓഫ് ആൽഫ എക്സ് 4 ആൽഫ എക്സ് സ്ക്വയർ -2 കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് ഈവൻ ആയിരിക്കും. അതുപോലെ തന്നെ h3 ഓഫ് ആൽഫ എക്സ് എന്തായിരിക്കും, അഗെയിൻ ഓഡ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ. h2 ഓഫ് ആൽഫ എക്സ് വീണ്ടും ഈവൻ ഫംഗ്ഷൻ, h3 ഓഫ് ആൽഫ എക്സ് വീണ്ടും ഓഡ് ഫംഗ്ഷൻ, വീണ്ടും ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, hn ഓഫ് ആൽഫ എക്സ് എപ്പോഴൊക്കെ ഓടാവുക, h1 ഓഫ് ആൽഫ എക്സ് എപ്പോഴൊക്കെയാണ് ഓഡ് ഫംഗ്ഷൻ ആവുക, h1 ഓഫ് ആൽഫ എക്സ് ഈക്വൽ ടു ഓഡ് ഫോർ n ഈക്വൽ ടു ഓഡ്. n ഓഡ് നമ്പർ ആണെങ്കിൽ h1 h3 അങ്ങനെ n ഓഡ് നമ്പർ ആണെങ്കിൽ hn ഓഫ് ആൽഫ എക്സ് എന്തായിരിക്കും, ഓഡ് ആയിരിക്കും. അതുപോലെ തന്നെ n ഈവൻ ആണെങ്കിൽ hn ഓഫ് ആൽഫ എക്സ് എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. ഫോർ n ഈക്വൽ ടു ഈവൻ. അതായത് നമ്മുടെ h2 ഓഫ് ആൽഫ എക്സ് ഈവൻ ഫംഗ്ഷനാണ്, h1 ഓഫ് ആൽഫ എക്സ് ഈവൻ ഫംഗ്ഷനാണ്, അഗെയിൻ h4 ഓഫ് ആൽഫ എക്സ് എന്തായിരിക്കും, ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ hn ഓഫ് ആൽഫ എക്സ് n ഓഡാണെങ്കിൽ h എന്താണ്, ഓഡാണ്. n ഈവൻ ആണെങ്കിൽ hn ഓഫ് ആൽഫ എക്സ് എന്താണ്, ഈവൻ ആണ്. ഇനി നിങ്ങൾക്കറിയാം ഈവൻ ഫംഗ്ഷൻ്റെ പാരിറ്റി +1 ആണ്, ഓഡ് ഫംഗ്ഷൻ്റെ പാരിറ്റി -1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു -1. അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 1 ഇൻറ്റു -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. അതെന്തായിരിക്കും, ഓഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും കിട്ടില്ല എന്തായിരിക്കും, ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഒരു ഓഡ് ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈവൻ ഫംഗ്ഷൻ കിട്ടും. ഒരു ഈവൻ ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈവൻ ഫംഗ്ഷൻ കിട്ടും. അത് ആ പാരിറ്റി നോക്കിയാൽ മതി. 1 ഇൻറ്റു -1 ആണെങ്കിൽ -1, അപ്പോൾ ഓഡ് ഫംഗ്ഷൻ. -1 ഇൻറ്റു -1 ആണെങ്കിൽ +1, അപ്പോൾ ഈവൻ ഫംഗ്ഷൻ. 1 ഇൻറ്റു 1 ആണെങ്കിൽ അപ്പോഴും എന്തായിരിക്കും, ആൻസർ 1 ആണ്. 1 ഈവൻ ഫംഗ്ഷൻ്റെ പാരിറ്റിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതോ ആ മൾട്ടിപ്ലൈ ചെയ്ത ആ റിസൾട്ട് ഓടാണോ ഈവനാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ hn ഓഫ് എക്സ് ഇങ്ങനെ മാറും. n മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഓടായിരിക്കാം, ചിലപ്പോൾ ഈവൻ ആയിരിക്കാം. അതിനനുസരിച്ച് നമ്മുടെ sin ഓഫ് എക്സും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ sin ഓഫ് എക്സ് എന്തായിരിക്കും, ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ sin ഓഫ് എക്സ് നമുക്ക് എഴുതാൻ പറ്റും, sin ഓഫ് എക്സ് ഈവൻ ആയിരിക്കും. sin ഓഫ് എക്സ് ഈവൻ ആവും എപ്പോൾ, ഫോർ n ഈക്വൽ ടു ഈവൻ. കാരണം e raised to minus of alpha square x square എപ്പോഴും എന്താണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. പിന്നെ അതിൽ ചേഞ്ച് ചെയ്യുന്നതാണ് ആരാണ്, hn ഓഫ് എക്സ് ആണ്, hn ഓഫ് ആൽഫ എക്സ് ആണ്. hn ഓഫ് ആൽഫ എക്സ് ഈവൻ ആണെങ്കിൽ ഈവൻ ഇൻറ്റു ഈവൻ കുഴപ്പമില്ല. hn ഓഫ് ആൽഫ എക്സ് ഓഡ് ആണെങ്കിൽ ഈവൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴായിരിക്കും, n ഈവൻ ആയിരിക്കുമ്പോൾ. sin ഓഫ് എക്സ് ഈവൻ ആയിരിക്കുന്നത് എപ്പോഴായിരിക്കും, ഫോർ n ഈക്വൽ ടു ഈവൻ.
അതായത് n ഈക്വൽ ടു 0, 2, 4 അങ്ങനെ പോകും. ഓക്കെ. സൈ എൻ ഓഫ് എക്സ് ഓടായിരിക്കുന്നത് എപ്പോഴായിരിക്കും? സൈ എൻ ഓഫ് എക്സ് ഓടായിരിക്കുന്നത് ഫോർ n ഈക്വൽ ടു ഓഡ്. n ഓടാവുമ്പോൾ, ഓഡ് നമ്പർ ആവുമ്പോൾ n 1, 3, 5 അങ്ങനെ ഓഡ് നമ്പർ ആയിരിക്കുമ്പോൾ സൈ എൻ ഓഫ് എക്സ് എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഈവൻ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഗ്രാഫ് സിമ്മട്രിക് ആയിരിക്കും. സിമ്മട്രിക് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ. അതായത് ആ ഗ്രാഫിൻ്റെ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തും ഉണ്ടാവും. ഓക്കെ. സിമ്മട്രിക് ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഗ്രാഫ് ആൻറ്റി സിമ്മട്രിക് ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് സിമ്മട്രിക് ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഗ്രാഫ് ആൻറ്റി സിമ്മട്രിക് ആയിരിക്കും. എപ്പോഴും സിമ്മട്രിക് ഫംഗ്ഷന് എക്സ് ആക്സിസിൻ്റെ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സിമ്മട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, സിമ്മട്രിക് ഫംഗ്ഷൻ start from above x-axis. Anti-symmetric function start from below x-axis. ബിലോ എക്സ് ആക്സിസ്. ഓക്കെ. നിങ്ങൾക്ക് അറിയുന്നതാണ് സിമ്മട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഇപ്പോൾ രണ്ട് ഗ്രാഫ് എന്തായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും, അല്ലെങ്കിൽ ഇപ്പോൾ വൈ ആക്സ് ആണ് നമ്മുടെ കോമൺ ആക്സ് എന്നുണ്ടെങ്കിൽ വൈ ആക്സിൻ്റെ അപ്പുറത്തും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഗ്രാഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ സിമ്മട്രിക് ഫംഗ്ഷൻ എപ്പോഴും എക്സ് ആക്സിൻ്റെ എബോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആൻറ്റി സിമ്മട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? എക്സ് ആക്സിൻ്റെ താഴെ നിന്നായിരിക്കും എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വേവ് ഫംഗ്ഷൻസിൻ്റെയും ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വരച്ചു വെച്ച ഗ്രാഫ് ഉണ്ട്, ഞാനത് എടുക്കുകയാണ്, ഇപ്പോൾ വരയ്ക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കാം. സൈ 0 ഓഫ് എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ. അവിടെ സൈ 0 ഓഫ് എക്സ് ആണ്. അപ്പോൾ 0 n എന്താണ്? n 0 ആണ്. n 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ ആയിട്ട് എടുക്കാം. ഈവൻ നമ്പർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എപ്പോഴും എക്സ് ആക്സിസിൻ്റെ മുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ്: എ ഇ റേസ് ടു മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് മൈനസ് 0 ആണ്, അതുകൊണ്ടാണ് എക്സ് സ്ക്വയർ ആയത്. അപ്പോൾ 0 എന്ന് പറയുന്നതാണ് അവിടുത്തെ സെൻറ്റർ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 0യിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? പീക്ക് കിട്ടുക. സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആക്സിൻ്റെ എബോ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഒറ്റ പീക്കേ ഉണ്ടാവുള്ളൂ. ഇതായിരിക്കും അതിൻ്റെ ഗ്രാഫ്. ഓക്കെ. സൈ 1 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ എന്തായിരിക്കും? 2 ആൽഫ എ കോൺസ്റ്റന്റ് വാല്യൂ ഞാൻ എ എന്നിട്ടതാണ്. ഇ റേസ് ടു മൈനസ് ഹാഫ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 2 ആൽഫ എക്സ് ആണ് അതിൻ്റെ വാല്യൂ. അതിൽ എക്സ് 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? മൊത്തം സൈ 1 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി സൈ 1 ഓഫ് എക്സ് ആണ്. സൈ 1 ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ അത് മൈനസ് എക്സ് എബോ ബിലോ എക്സ് ആക്സിസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബിലോ എക്സ് ആക്സിസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ വന്ന് എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ 0 ആണ്. പിന്നെ അതങ്ങനെ പോയിട്ട് എന്ത് ചെയ്തു? എബോ എക്സ് ആക്സിൽ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. കാരണം ഒന്നാമത്തെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തായിരുന്നു? സിമ്മട്രിക് ആയിരുന്നു. രണ്ടാമത്തെ ഗ്രാഫ് എന്തല്ല? സിമ്മട്രിക് അല്ല. ഓക്കെ. ഒന്ന് മുകളിലും ഒന്ന് എന്താണ്? താഴെയാണ്. ഓക്കെ. ഇനി സൈ 2 ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സൈ 2 ഓഫ് എക്സ് ഇങ്ങനെയാണ്: എ ഇ റേസ് ടു മൈനസ് ഹാഫ്
ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 4 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2. അതിൽ 4 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ടേം ആണ്. ക്വാഡ്രാറ്റിക് ടേം ഉണ്ടാവുമ്പോൾ 2 സൊല്യൂഷൻ ഉണ്ട്. 2 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര നോഡ് ഉണ്ടാവും? 2 നോഡ് ഉണ്ടാവും. ഓക്കെ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പറഞ്ഞ സമയത്ത് നമ്മൾ അതിൻ്റെ ഇതുപോലെ തന്നെ ആ വേവ് ഫംഗ്ഷൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിരുന്നു. അപ്പോൾ നമ്മൾ നോഡും ആൻറ്റിനോഡൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 2 സൊല്യൂഷൻ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ 2 നോഡ് ഉണ്ടാവും. പിന്നെ സൈറ്റ് ആണ്, സൈറ്റ് 2 ആണ്. n=2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് സിമ്മട്രിക് ആയിരിക്കണം. അപ്പോൾ എബോ എക്സ് ആക്സിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എബോ എക്സ് ആക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 2 നോഡോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ആ ഫംഗ്ഷൻ അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി നമ്മളിതുപോലെ sin3 കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതുപോലെ എക്സ് ക്യൂബ് ഉണ്ട്. അപ്പോൾ എക്സ് ക്യൂബ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എത്ര നോഡ് ഉണ്ടാകും? 3 നോഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് sin3 ആണ്. sin3 പറയുമ്പോൾ n3 ആണ്. n3 ആണെങ്കിൽ ഫംഗ്ഷന് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഓഡായിരിക്കും. ഓഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോ എക്സ് ആക്സിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വേവ് ഫംഗ്ഷന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വേവ് ഫംഗ്ഷന് ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് എഴുതിയെടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ LHOൻ്റെ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേവ് ഫംഗ്ഷൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ സ്ക്രീനിലുള്ളത് എഴുതി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഷേപ്പ് വരച്ചെടുത്തോളൂ.
ഇനി എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മുടെ എനർജി നമുക്കറിയാം. എനർജി എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. n+12 ആയിരിക്കും എന്ത്? എനർജി ഈഗൺ വാല്യൂ. അപ്പോൾ ഇവിടെ ψ0 ആണ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് n0 ആയിരിക്കും. അതുകൊണ്ട് E0 എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ E1 എന്ന് പറയുന്നത് n 1 കൊടുക്കുക. അപ്പോൾ 1+1/2 അതെന്തായിരിക്കും? 3/2 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ψ2 n 3 കൊടുക്കുന്ന സമയത്ത് ψ3 n 3 കൊടുക്കുന്ന സമയത്ത് ψ3 അല്ല, ψ2 n 2 കൊടുക്കുക. അവിടെ 1 കൊടുത്തു. E0 E1 നെക്സ്റ്റ് E2 ഈക്വൽ ടു n2 കൊടുക്കുക. അപ്പോൾ 2+1/2 പറഞ്ഞാൽ 5/2 5/2 ഓക്കെ. ഇതങ്ങനെ കഷ്ടപ്പെട്ടിപ്പോൾ വരച്ചെടുക്കണമെന്നൊന്നുമില്ല. എല്ലാ ബുക്കിലും ഉണ്ട് ഈ പിക്ചർ. ഓക്കെ, ബുക്ക് നോക്കി വരച്ചെടുത്താലും മതി. ഓക്കെ, ഇതിങ്ങനെ ഓരോ ഫംഗ്ഷനും വെവ്വേറെ എടുത്തെടുത്ത് വരച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പിക്ചർ ബുക്കിലുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അരുൾദാസ് നോക്കുകയാണെങ്കിൽ അരുൾദാസിൻ്റെ ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പിക്ചറാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത് ഈ പിക്ചറാണ്. നോക്കുക, n=0 ആവുന്ന സമയത്ത് ഒറ്റ പീക്കേ ഉണ്ടാവുള്ളൂ. നോഡ് ഒറ്റൊന്നും ഉണ്ടാവില്ല. എനർജി 12 ആയിരിക്കും. അതുപോലെ തന്നെ n=1 ആവുന്ന സമയത്ത് ഒരു നോഡ് ഉണ്ടാവും. 3/2 ആയിരിക്കും. n=2 ആവുന്ന സമയത്ത് 2 നോഡ് ഉണ്ടാവും. എനർജി 5/2 ആയിരിക്കും. ഓക്കെ, അത് ψ ആണ്. ഇനി ψ² കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടിയിലുള്ള സാധനങ്ങളൊക്കെ മേലേക്ക് വരും. ഓക്കെ, നമ്മൾ ψ²ൻ്റെ ഗ്രാഫ് എന്ത് ചെയ്തിരുന്നു? പാർട്ടിക്കിളിനെ ബോക്സിൽ വരച്ചിരുന്നു. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ LHS ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ LHO ടെക്നിക്കലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് നോക്കി റെഫർ ചെയ്യാം, നോട്ടുണ്ടാക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഓക്കെ, എഴുതിയെടുത്തില്ലേ? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തുടങ്ങട്ടെ. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ
ഞാനിനി അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും പറയുന്നില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലൊക്കേറ്റ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം സൈമുൾട്ടേനിയസ്ലി, അതൊന്നും പറയുന്നില്ല. അതിൻ്റെ ആ രീതിയിലുള്ള എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾ +2 മുതൽ കേൾക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെഫിനിഷൻ വന്നതെന്നുള്ളത് അതിൻ്റെ ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയൊക്കെ വെച്ചിട്ട് വളരെ ഫണ്ടമെൻ്റലായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മോഡേൺ ഫിസിക്സ്, ആർതർ ബേസറിൻ്റെ മോഡേൺ ഫിസിക്സ് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫണ്ടമെൻ്റലി എങ്ങനെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇവോൾവ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇനി ഒരു MSc ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും ഫോർമുലാസും ഉണ്ട്. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ എന്തൊക്കെയാണോ എസെൻഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. ഓക്കെ, ആക്ച്വലി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ല, ആദ്യം പറയുന്ന അൺസർട്ടനിറ്റിയാണ്. ഈ അൺസർട്ടനിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതിൽ നിന്ന് നമ്മൾ അൺസർട്ടനിറ്റിക്കുള്ള ഫോർമുല ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാത്തമാറ്റിക്സിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് ക്വാണ്ടം മെക്കാനിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഡെഫിനേഷൻ നേരിട്ട് പറയാണ്. അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ അപ്ലിക്കേഷനായിട്ട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററൊക്കെ അവിടെ പറഞ്ഞതാണ്. ഓക്കെ, അതൊന്നും ഇനി എടുത്തിട്ടില്ല പറയരുത്, ബുക്ക് എടുത്ത് വായിച്ചു നോക്കുക. അൺസർട്ടനിറ്റി, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മെഷർമെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ടാവും, യഥാർത്ഥ വാല്യൂ, നമുക്ക് കിട്ടിയൊരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ആക്ച്വൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഓക്കെ, ആക്ച്വൽ വാല്യൂവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മെഷേർഡ് വാല്യൂ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അൺസർട്ടനിറ്റി. അതായത് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡീവിയേഷനാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യൽ ഡെൽറ്റ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റമാണ് ഞാൻ മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് പി ഓപ്പറേറ്റർ. അപ്പോൾ ഡെൽറ്റ പി അതെന്താണ്, മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി, മൊമെൻറ്റത്തിലുള്ള ഇനാക്യുറസി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജനറൽ ആയിട്ടൊരു ഓപ്പറേറ്റർ എടുക്കുകയാണ് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്തുള്ള അൺസർട്ടനിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഡെൽറ്റ എ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്, റൂട്ട് മീൻ സ്ക്വയർ, RMS, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ of a physical quantity root mean square deviation of a physical quantity from its mean അതാണ് എന്ത്, അൺസർട്ടനിറ്റി. ഓക്കെ, അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഡെൽറ്റ എ ഈക്വൽ ടു എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, റൂട്ട് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വാല്യൂനെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ റൂട്ട് മീൻ, അതിനുശേഷം ഞാൻ പറഞ്ഞ ടേം എന്തായിരുന്നു, സ്ക്വയർ, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മൈനസ്. ഓക്കെ, ഡീവിയേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഞാൻ എ നിർത്തും. ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡീവിയേഷൻ ഫ്രം എവിടെ നിന്നാണ്, ഫ്രം ഇറ്റ്സ് മീൻ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെൽറ്റ എ എന്ന് പറയുക. അപ്പോൾ ഡെൽറ്റ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം ഇറ്റ്സ് മീൻ. ഡെൽറ്റ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, വേരിയൻസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒരു 1-2 മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് എങ്ങനെ എഴുതാൻ പറ്റും. ആ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ്. മുന്നത്തെ നോട്ട് എടുത്ത് നോക്കുക, അതിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ എ ഈക്വൽ ടു അൺസർട്ടനിറ്റി ഓഫ് എ ക്വാണ്ടിറ്റി ഈക്വൽ ടു റൂട്ട്
മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് അൺസർട്ടനിറ്റി. ഓക്കെ, ഈ മുകളിലുള്ള ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ അങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഴയ നോട്ട് നോക്കിയാൽ മനസ്സിലാവും. നമ്മളവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, മീൻസ് അല്ലെങ്കിൽ നമ്മൾ ആ 2-3 സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എ ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഹോൾ സ്ക്വയർ. ഇനി ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. ഈ ഇക്വേഷൻ നമുക്ക് പ്രൂഫിൽ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ ഒന്നും കൂടെ അത് മെൻഷൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. ഓക്കെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റവും പൊസിഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ സമയത്ത് സൈമുൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒന്നിൻ്റെ വാല്യൂ ആക്യുറേറ്റ് ആണെങ്കിൽ മറ്റൊന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, സോറി ഡെൽറ്റ എക്സ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെൽറ്റ പി മെഷർ ചെയ്യാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. സൈമുൾട്ടേനിയസ് മെഷർമെൻറ്റ് എന്തല്ല, സാധ്യമല്ല. അതായത് ഡെൽറ്റ എക്സ് 0 എന്ന് പറഞ്ഞാൽ എക്സിലുള്ള അൺസർട്ടനിറ്റി 0. എക്സിലുള്ള അൺസർട്ടനിറ്റി 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഡെൽറ്റ പിയിലുള്ള അൺസർട്ടനിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. നേരെ തിരിച്ച് ഡെൽറ്റ പി 0 ആണെന്ന സമയത്ത് ഡെൽറ്റ എക്സ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം മൊമെൻറ്റവും പൊസിഷനും നമുക്ക് ഒരേ സമയത്ത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. അതായത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡെൽറ്റ എക്സ് ഞാൻ എക്സ് ആക്സിസിൽ ഡെൽറ്റ എക്സ് എടുക്കുകയാണ്, വൈ ആക്സിസിൽ ഡെൽറ്റ പി എടുക്കുകയാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് 0 ആവുന്ന സമയത്ത്, ഡെൽറ്റ എക്സ് 0 ആവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഭാഗം, ഡെൽറ്റ എക്സ് 0 ആവുന്ന സമയത്ത് ഡെൽറ്റ പി ഇൻഫിനിറ്റിയിലാണ്. അതുപോലെ തന്നെ ഡെൽറ്റ പി 0 ആവുന്ന സമയത്ത് ഡെൽറ്റ എക്സ് എന്താണ്, ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. ഓക്കെ, ഈ ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രയാങ്കുലർ ഹൈപ്പർബോള. ഓക്കെ, ട്രയാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യും, റിലേഷൻ കിട്ടും, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h cross by 2. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h cross by 2 എന്ന് പറയുന്ന ഒരു റിലേഷൻ കിട്ടും. ആ റിലേഷൻ നമുക്ക് മനസ്സിലാവും ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ഡെൽറ്റ പി എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഡെൽറ്റ പി ടെൻസ് ടു 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ സൈമുൾട്ടേനിയസ് ആയിട്ട് പൊസിഷനും മൊമെൻറ്റും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ദർ വിൽ ബി certain uncertainty. ഓക്കെ, ഈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ക്രോസ് ബൈ 2 എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെയും പൊസിഷൻ്റെയും കേസിലുള്ള ഒരു അൺസർട്ടനിറ്റിയാണ്. ഇതേപോലെ എനർജിയും ടൈമും തമ്മിൽ എന്തുണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. അങ്ങനെ 3-4 റിലേഷൻസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ക്രോസ് ബൈ 2 എന്ന് പറയുന്നത് ഒരു ജനറൽ എക്സ്പ്രഷൻ അല്ല, മോർ ജനറൽ എക്സ്പ്രഷൻ വേറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ജനറൽ എക്സ്പ്രഷനും അതിൻ്റെ ഡെറിവേഷനുമാണ് എന്ത് നമുക്ക് ഇനി പറയാനുള്ളത്. അത് നമുക്ക് ബ്രേക്കിന് ശേഷം പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് 8 ആയിട്ടുണ്ട്. നമ്മൾ 9 o'clock സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 9 മണിക്ക് തുടങ്ങാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൃത്യം 9 മണിക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ആ മോർ ജനറൽ എക്സ്പ്രഷനും അതിൻ്റെ ഡെറിവേഷനും പറയും. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. 11 മണി വരെ ഒന്നും ഉണ്ടാവില്ല, മാക്സിമം 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ?
അടുത്ത സെഷനിൽ പുതിയ ലിങ്ക് ആയിരിക്കും, അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.